ഇന്നത്തെ കുറച്ച് ന്യൂസ് പേപ്പറാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യം നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. 4 ഭാഗങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഒരു പപ്പടക്കോൽ ഉപയോഗിച്ച് നമ്മൾ റോള് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം എൻഡിൽ നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ റോളുകളൊക്കെ ഇതേപോലെ റെഡിയായി. കുറച്ചധികം റോളുകൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എടുക്കുന്നത് ഒരു ചാർട്ട് പേപ്പറാണ്. ആ ചാർട്ട് പേപ്പറിന്റെ ഒരു ഭാഗത്ത് ഇതേപോലെ ഗമ്മ് അപ്ലൈ ചെയ്ത് നമ്മുടെ റോളുകൾ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചാർട്ട് പേപ്പറിന്റെ ഒരു ഭാഗത്ത് ഇതേപോലെ നമ്മുടെ റോളുകൾ മുഴുവനായിട്ടും ഒട്ടിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് ഇതേപോലെ സോഡാ തുരുക്കുകളാണ്. അതൊന്ന് നമ്മൾ കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞ കളറാണ് നമ്മൾ ഉപയോഗിച്ചത്, സ്പ്രേ പെയിന്റ് ആണ്. ഇനി കളർ ചെയ്തെടുത്ത സോഡാ തുരുക്കുകൾ ഇതേപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മടക്കിയെടുത്തു. അതിനുശേഷം ഒന്നുകൂടി അതിൻ്റെ മുകളിൽ നമ്മൾ സ്പ്രേ പെയിന്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ പേപ്പർ റോളുകൾ ഒട്ടിച്ചെടുത്ത ഷീറ്റ് നമ്മൾ അതിൻ്റെ കൂടുതലുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പം 3 ഭാഗത്തും കൂടുതലുള്ള പേപ്പറുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. പിന്നീട് നമ്മൾ ഇതിൻ്റെ പിറകു ഭാഗത്ത് നമുക്ക് ഹാങ്കിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഹാങ്കിങ് ഹുക്ക് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്, ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സോഡാ തുരുക്ക് എടുത്ത് നമ്മൾ ഇനി ഇതിൽ ഫ്ലവർ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു സോഡാ തുരുക്ക് നമ്മൾ വെച്ചതിന് ശേഷം അതിന് ചുറ്റും നമ്മൾ മടക്കിയെടുത്ത സോഡാ തുരുക്കുകൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ 3 ഫ്ലവറുകൾ നമ്മൾ ആ ഷീറ്റിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സോഡാ തുരുക്കുകൾ പച്ച കളറിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ലീഫായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ നമ്മുടെ ഷീറ്റിൻ്റെ അടിഭാഗത്ത് നമ്മൾ കുറച്ച് പേപ്പറുകൾ റോൾ ചെയ്ത് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ബോക്സായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടിഭാഗത്ത് നമ്മൾ അത് ഒട്ടിച്ചെടുത്തു. 2 ഭാഗങ്ങളായിട്ടുള്ള ബോക്സുകളായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തു. അപ്പോൾ ന്യൂസ് പേപ്പറും അതേപോലെ തന്നെ സോഡാ തുരുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുത്ത വാൾ ഹാങ്കിങ് ക്രാഫ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതിൽ നമുക്ക് മൊബൈൽ അതേപോലെ നമ്മുടെ പെൻസിൽ പെൻ ഹോൾഡറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മൊബൈൽ ഹോൾഡറായിട്ടൊക്കെ നമുക്ക് വാളിൽ നമ്മുടെ ചുമരിൽ ഹാങ്ങിങ് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഉപയോഗിക്കാം. ആവശ്യമുള്ളവർക്ക് ഈ ക്രാഫ്റ്റിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.